ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് ഒരു ടൂ വീലർ നമുക്ക് എങ്ങനെ എളുപ്പത്തിൽ ഓടിക്കാൻ പഠിക്കാമെന്നുള്ളതാണ്. ഒരുപാട് പേർക്ക് ടൂ വീലർ ഓടിക്കാൻ പേടിയുള്ളവരുണ്ട്. അപ്പോൾ നിങ്ങളുടെ പേടിയൊക്കെ മാറ്റി ഏറ്റവും നന്നായിട്ട് ടൂ വീലർ ഓടിക്കാനായിട്ടുള്ള ചില ട്രിക്കുകൾ വണ്ടി ഓടിച്ച് നിങ്ങളെ കാണിച്ചു തരാം. നിങ്ങൾ വീഡിയോ പൂർണ്ണമായിട്ട് കാണുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോയ്ക്ക് ലൈക്ക് തരിക. അതോടൊപ്പം തന്നെ ഈ ഒരു വീഡിയോ നിങ്ങളുടെ കൂട്ടുകാരുടെ ഇടയിലേക്ക് ജസ്റ്റ് ഷെയർ ചെയ്ത് നൽകുക. ഇന്ന് നമ്മൾ ടൂ വീലർ പഠിക്കാനായിട്ട് സെലക്ട് ചെയ്ത വാഹനം പൾസർ 150 ആണ്. നിങ്ങൾ മനസ്സിലാക്കേണ്ട ചില കാര്യങ്ങൾ, വാഹനവുമായിട്ട് ബന്ധപ്പെട്ട അടിസ്ഥാനപരമായിട്ടുള്ള ചില കാര്യങ്ങൾ പറഞ്ഞു തരാം. നമ്മൾ ആദ്യമായിട്ടൊരു വാഹനം പഠിച്ചു തുടങ്ങുമ്പോൾ നിങ്ങൾ വാഹനത്തെക്കുറിച്ച് കൃത്യമായിട്ട് മനസ്സിലാക്കുക. ഞാനിപ്പോൾ ഇതേ വണ്ടിയിലേക്ക് കയറിയിരിക്കുകയാണ്. നമ്മൾ വാഹനത്തിൽ ആദ്യം കയറുമ്പോൾ വണ്ടി കുറച്ച് വെയിറ്റൊക്കെ ഉള്ളതായിട്ട് തോന്നും. അപ്പോൾ ആദ്യമായിട്ട് നിങ്ങൾ വാഹനം മുന്നോട്ടും പിന്നോട്ടും ഒക്കെ ഒന്ന് അനക്കി നോക്കുക, വണ്ടിയെക്കുറിച്ചൊന്ന് മനസ്സിലാക്കുക. അപ്പോൾ അതിനുവേണ്ടി നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങൾ നോക്കുക, അതായത് ഫസ്റ്റ് നിങ്ങളുടെ വാഹനത്തിൻ്റെ ഇഗ്നീഷ്യൻ കീയിലേക്ക് വണ്ടിയുടെ കീ നിങ്ങൾ കൃത്യമായിട്ട് ഇടുക. ഇട്ടതിന് ശേഷം കീ ഒന്ന് ഓൺ ആക്കുക. ഒന്ന് തിരിക്കുമ്പോൾ നമുക്ക് വാഹനത്തിൻ്റെ മീറ്റർ കൺസോൾ തെളിയും. ഇവിടെ നമുക്ക് RPM മീറ്ററും അതോടൊപ്പം തന്നെ ഫ്യൂവലിൻ്റെ അളവും സ്പീഡും ഒക്കെ നമുക്ക് ഇവിടെ കാണാൻ കഴിയും. ഇനി വണ്ടി നിങ്ങൾക്ക് മുന്നോട്ടും പിന്നോട്ടുമായിട്ട് ഉരുട്ടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഫസ്റ്റ് ചെയ്യേണ്ടത്, നിങ്ങളുടെ ഹാൻഡിലിൻ്റെ ലെഫ്റ്റ് സൈഡിലുള്ള ഈ ഒരു ഭാഗത്ത് കാണുന്നത് ക്ലച്ചാണ്. ഈ ക്ലച്ച് പൂർണ്ണമായിട്ടും ഒന്ന് പിടിക്കുക. പിന്നെ റൈറ്റ് സൈഡിൽ ഈ കാണുന്നത് വാഹനത്തിൻ്റെ ഫ്രണ്ട് ബ്രേക്കാണ്. ഈ ഫ്രണ്ട് ബ്രേക്ക് ജസ്റ്റ് സപ്പോർട്ടിനൊന്ന് പിടിക്കുക. പിടിച്ചതിന് ശേഷം നിങ്ങൾ ജസ്റ്റ് നിങ്ങളുടെ രണ്ട് കാലും വെച്ച് ഇത് ഇങ്ങനെ വണ്ടി മുന്നോട്ടും പിന്നോട്ടുമായിട്ടൊന്ന് ഉരുട്ടുക. അപ്പോൾ നമുക്ക് വണ്ടിയുടെ വെയിറ്റും കാര്യങ്ങളും ഏകദേശം വണ്ടിയെക്കുറിച്ച് നമുക്കൊരു ധാരണ കിട്ടും. ഈ ധാരണ കിട്ടിയതിന് ശേഷം പിന്നീടായിരിക്കണം നിങ്ങൾ വാഹനം സ്റ്റാർട്ട് ചെയ്ത് മുന്നോട്ടെടുക്കാനായിട്ട്. ഇനി സ്റ്റാർട്ട് ചെയ്ത് മുന്നോട്ടെടുക്കുമ്പോൾ നിങ്ങൾ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ പറയാം. നമ്മളിപ്പോൾ ക്ലച്ചും ബ്രേക്കും കാര്യം മനസ്സിലായി. ഇനി ഈ തൊട്ട് താഴെയായിട്ട് ഈ ഒരു ഭാഗത്താണ് വാഹനത്തിൻ്റെ ഗിയറിൻ്റെ ലിവർ വരുന്നത്. ഈ വണ്ടിയുടെ ഗിയർ എന്ന് ഉദ്ദേശിക്കുന്നത് മൊത്തത്തിൽ 5 ഗിയറാണ്. അതായത് ഏറ്റവും അടിയിലായിട്ട് ഫസ്റ്റ് ഗിയർ വരുന്നു. ഫസ്റ്റ് ഗിയറിന് തൊട്ട് മേളിലായിട്ട് ന്യൂട്രലുണ്ട്. വീണ്ടും തൊട്ട് മേളിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ സെക്കൻഡ് ഗിയർ, തേർഡ്, ഫോർത്ത്, ഫിഫ്ത്ത് എന്നിങ്ങനെ ഗിയറുകൾ മേളിലേക്ക് നമുക്കിടാം. ഇനി ഗിയർ നമ്മൾ ഈ ഫിഫ്ത്തിലേക്ക് വന്നതിന് ശേഷം വീണ്ടും ഫോർത്തിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് നമ്മളിത് താഴോട്ട് ഇങ്ങനെ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഫോർത്തിലേക്ക് വരും. വീണ്ടും താഴോട്ടിട്ടാൽ തേർഡ് വരും. വീണ്ടും താഴോട്ടിട്ട് കഴിഞ്ഞാൽ സെക്കൻഡ് വരും. വീണ്ടും താഴോട്ടിട്ട് കഴിഞ്ഞാൽ ന്യൂട്രൽ കഴിഞ്ഞിട്ട് നമുക്ക് ഫസ്റ്റ് ഗിയറിലേക്ക് പോകാൻ കഴിയുന്നതാണ്. ഇനി ഗിയർ ഇടുമ്പോൾ നിങ്ങൾ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടത്, എപ്പോഴും ക്ലച്ച് പിടിച്ചതിന് ശേഷം ഗിയർ ഇടുക. ക്ലച്ച് പിടിക്കാതെ ഗിയർ ഇട്ട് കഴിഞ്ഞാൽ ഗിയർ ബോക്സിന് കംപ്ലയിൻറ്റ് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് പൂർണ്ണമായിട്ട് ക്ലച്ച് പിടിച്ച് ഗിയർ ഇടുക. ഇനി അടുത്തതായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് വാഹനത്തിൻ്റെ ബാക്ക് ബ്രേക്കാണ്. ഡ്രൈവിങ്ങിൽ നമ്മൾ എപ്പോഴും വാഹനം ഓടിക്കുമ്പോൾ ഫ്രണ്ട് ബ്രേക്കിനേക്കാളും കൂടുതൽ നല്ലത് എപ്പോഴും ബാക്ക് ബ്രേക്ക് അപ്ലൈ ചെയ്യുന്നതാണ്. കാരണം ടൂ വീലർ ആയതുകൊണ്ട് തന്നെ നമ്മൾ ബാക്ക് ബ്രേക്ക് അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് കൂടുതൽ അപകടമില്ലാതെ ഒരു വാഹനം ഡ്രൈവ് ചെയ്യാൻ കഴിയും. നമ്മൾ ഫ്രണ്ടാണ് കൂടുതലായിട്ട് അപ്ലൈ ചെയ്യുന്നതെങ്കിൽ ഫ്രണ്ട് അപ്ലൈ ചെയ്യുന്നത് മൂലം ഈ ഹാൻഡിലൊക്കെ തിരിഞ്ഞ് ചിലപ്പോൾ വണ്ടി മറിയാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ പഠിക്കുന്ന സമയത്ത് ബാക്കിലെ ഫുഡ് ബ്രേക്ക് അപ്ലൈ ചെയ്യുക. ഇനി ഈ ബ്രേക്ക് അപ്ലൈ ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, നിങ്ങളുടെ കാല് ഈ റെസ്റ്റ് പെഡലിൽ ഇങ്ങനെ വെച്ചതിന് ശേഷം ഈ ഒരു രീതിയിൽ വേണം നിങ്ങൾ ബ്രേക്ക് ചെയ്ത് കൊടുക്കാനായിട്ട്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു കാര്യം മനസ്സിലായി എന്ന് കരുതുന്നു. ഇനി നമ്മൾ വണ്ടി സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നിങ്ങൾ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, ഇനി നമ്മൾ എപ്പോഴും ഒരു വാഹനം സ്റ്റാർട്ട് ചെയ്യേണ്ടത്, ടൂ വീലർ പ്രത്യേകിച്ചും സ്റ്റാർട്ട് ചെയ്യേണ്ടത് ന്യൂട്രലായതിനു ശേഷം, അതായത് ഗിയർ ന്യൂട്രലാക്കിയതിനു ശേഷം വേണം സ്റ്റാർട്ട് ചെയ്യാൻ. ഇപ്പോൾ ഓൾറെഡി വണ്ടിയുടെ ഗിയർ ഫസ്റ്റ് ഗിയറിലാണ് കിടക്കുന്നത്. നിങ്ങൾ ഈ മീറ്റർ കൺസോളിലേക്ക് ഒന്ന് നോക്കുക. ഇവിടെ നമുക്കിപ്പോൾ ന്യൂട്രൽ തെളിഞ്ഞിട്ടില്ല. ഇനി ഞാൻ ജസ്റ്റ് ക്ലച്ച് പൂർണ്ണമായിട്ടും പിടിച്ചിട്ട് നിങ്ങൾ നോക്കുക, എൻ്റെ കാലിലെ ഫുഡ് പെഡലിൽ കൊണ്ട് ഞാനിത് ജസ്റ്റ് കാലിൻ്റെ ഉപ്പൂറ്റി കൊണ്ട് താഴോട്ടൊന്ന് അമർത്തി കൊടുക്കുകയാണ്. ഇപ്പോൾ ഇത് ഇവിടെ ന്യൂട്രലായിട്ടുണ്ട്. നിങ്ങൾ നോക്കിക്കേ, ന്യൂട്രലായി. ഓക്കെ, ഇനി നമ്മൾ വണ്ടി സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. അതായത് ഇപ്പോഴുള്ള ഒട്ടുമിക്ക വാഹനങ്ങൾക്കും എൻജിൻ സ്വിച്ച് ഉണ്ട്. ഈ എൻജിൻ സ്വിച്ച് ഓൺ ആക്കിയതിന് ശേഷം വേണം നമ്മൾ വാഹനം സ്റ്റാർട്ട് ചെയ്യാൻ. അത് നിങ്ങളുടെ വാഹനത്തിൻ്റെ ഫ്രണ്ട് ബ്രേക്ക് ആ ഒരു ഭാഗത്തായിട്ട് ഇത് ഈ കാണുന്നതാണ് എൻജിൻ സ്വിച്ച്. ഇപ്പോൾ ഓൾറെഡി എൻജിൻ സ്വിച്ച് ഓൺ ആണ്. ഇങ്ങനെ കടന്നു കഴിഞ്ഞാൽ എൻജിൻ സ്വിച്ച് ഓഫാണ്. ഈ എൻജിൻ സ്വിച്ച് നമ്മൾ ഫസ്റ്റ് ഇങ്ങനെ ഓൺ ആക്കുന്നു. ഇനി ഓൺ ആക്കിയതിന് ശേഷമാണ് നമ്മൾ വാഹനം സ്റ്റാർട്ട് ചെയ്യേണ്ടത്. ഓൾറെഡി നമ്മൾ ന്യൂട്രലാക്കിയിട്ടുണ്ട്. ഇനി നമ്മൾ എൻജിൻ സ്വിച്ച് ഓൺ ആക്കി ഇനി വാഹനം സ്റ്റാർട്ട് ചെയ്യുന്നു. സ്റ്റാർട്ട് ചെയ്യാനായിട്ട് ഇനി നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, നിങ്ങൾ കിക്കർ അടിച്ച് വേണം തുടക്കത്തിൽ വാഹനം സ്റ്റാർട്ട് ചെയ്ത് പഠിക്കാനായിട്ട്. നോക്കുക, ഈ ഒരു ഭാഗത്ത് ഈ കാണുന്നതാണ് വാഹനത്തിൻ്റെ കിക്കർ. ഈ കിക്കർ നമ്മൾ ജസ്റ്റ് ഇങ്ങനെ ഒന്ന് വെച്ചതിന് ശേഷം ഇതേ നമ്മളുടെ ഫ്രണ്ട് ബ്രേക്കിൻ്റെ ഈ ഒരു ഭാഗത്തായിട്ട് ആക്സിലറേറ്റർ കാണാം. ഈ ആക്സിലറേറ്ററിൽ ഇത്തരത്തിൽ കൈകൾ പിടിക്കുക. നമ്മൾ ആക്സിലറേറ്റർ കൊടുക്കണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആക്സിലറേറ്റർ കൊടുക്കാൻ കഴിയും. അതിന് ശേഷം നിങ്ങൾ കിക്കർ അടിക്കുക. കണ്ടില്ല, ഇപ്പോൾ വണ്ടി സ്റ്റാർട്ടായി. അതിന് ശേഷം നമ്മൾ കിക്കർ വീണ്ടും ചേർത്ത് കൊടുക്കുക. ഇപ്പോൾ ഓൾറെഡി വാഹനം സ്റ്റാർട്ടായി. ഓക്കെ, ഇനി നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം,
നമുക്ക് ഫസ്റ്റ് ഗിയർ കൊടുത്ത് വണ്ടി മുന്നോട്ടെടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ അതിനുവേണ്ടി ഇനി ചെയ്യേണ്ടത്, ഞാൻ പറഞ്ഞായിരുന്നല്ലോ, ഗിയർ ഇടുമ്പോൾ എപ്പോഴും ക്ലച്ച് പിടിച്ച് ഗിയർ ഇടാൻ പാടുള്ളൂ. അതിന് ഞാനിത് എന്ത് ചെയ്യുന്നു, ക്ലച്ച് പൂർണ്ണമായിട്ടും പിടിക്കുന്നു. നിങ്ങൾ നോക്കുക, ക്ലച്ച് ഞാൻ പൂർണ്ണമായിട്ടും ഈ ഒരു രീതിയിൽ പിടിക്കുന്നു. അതിനുശേഷം ഫസ്റ്റ് ഗിയർ കൊടുക്കാൻ പോവുകയാണ്. നിങ്ങളെ ഞാൻ കാണിച്ചു തരാം. നിങ്ങൾ നോക്കുക, ഫസ്റ്റ് ഗിയർ കൊടുക്കണമെന്നുണ്ടെങ്കിൽ തൊട്ട് താഴോട്ട് ഇടുക. അതായത് ഫസ്റ്റ് ഗിയറും കഴിഞ്ഞിട്ടാണ് ന്യൂട്രലുള്ളത്. തൊട്ട് താഴോട്ട് നമ്മൾ ഇങ്ങനെ ഇടും. ഇപ്പോൾ ഫസ്റ്റ് ഗിയർ ഇടും. ഇനി വാഹനം നിങ്ങൾ തുടക്കത്തിൽ മുന്നോട്ടെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ആക്സിലറേറ്റർ കൊടുത്ത് എടുക്കാതിരിക്കുക. കാരണം നമ്മൾ ആദ്യമായിട്ട് വാഹനം പഠിക്കുന്നത് കൊണ്ട് തന്നെ ഒരുപാട് ആക്സിലറേറ്റർ കൊടുത്തു കഴിഞ്ഞാൽ വണ്ടിക്ക് മൂവ്മെൻറ്റ് കൂടുതലാണ്. അപ്പോൾ വണ്ടിയെക്കുറിച്ച് മനസ്സിലാക്കാനായിട്ട് ഫസ്റ്റ് ക്ലച്ചിൽ നിന്ന് മെല്ലെ കൈ റിലീസ് ചെയ്ത് വണ്ടി എടുക്കുക. ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. നിങ്ങൾ നോക്കുക, ഞാനിത് ക്ലച്ചിൽ നിന്ന് മെല്ലെ റിലീസ് ചെയ്യുകയാണ്. ഓക്കെ, കണ്ടോ, വാഹനം മെല്ലെ മുന്നോട്ട് നീങ്ങുന്നുണ്ട്. വീണ്ടും നിർത്താനായിട്ട് ക്ലച്ച് പിടിക്കുക, ഫ്രണ്ട് ബ്രേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് വാഹനം സ്റ്റോപ്പ് ചെയ്യാൻ സാധിക്കും. ഓക്കെ, ഇനി നമുക്കൊരു റൈഡ് പോയിട്ട് വരാം. വണ്ടി ഓടിക്കുമ്പോൾ നിങ്ങൾക്ക് കാര്യങ്ങൾ കുറേ കൂടെ വ്യക്തമായിട്ട് മനസ്സിലാകും. ഞാൻ വണ്ടി സ്റ്റാർട്ട് ചെയ്ത് തിരിക്കാം. ഓക്കെ, ഇനി നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടിയതിന് ശേഷം നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം, നമുക്ക് വണ്ടിയുടെ ഗിയർ ന്യൂട്രാക്കിയതിന് ശേഷം ജസ്റ്റ് ഇതേ വാഹനത്തിൻ്റെ സെൽഫ് അടിച്ച് വാഹനം സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, നിങ്ങൾ നോക്കുക, ഞാനിത് സെൽഫ് സ്റ്റാർട്ട് ചെയ്യുന്നു. ഓക്കെ, ഇപ്പോൾ വാഹനം സ്റ്റാർട്ടായി. മെല്ലെ ക്ലച്ച് നയിക്കുന്നു, ചെറുതായിട്ട് ആക്സിലറേറ്റർ കൊടുക്കും. ഓക്കെ, വണ്ടി നിർത്താൻ നേരത്ത് ക്ലച്ച് പിടിക്കുന്നു, ഫ്രണ്ട് ബ്രേക്കും കൂടെ പിടിക്കുന്നു. ഓക്കെ, ഇനി നിങ്ങൾ ശ്രദ്ധയോടെ കാണുക. ഞാനിത് ക്ലച്ച് പിടിച്ചിട്ടുണ്ട്, ഫസ്റ്റ് ഗിയറിലാണ്. ഇത് ക്ലച്ചിൽ നിന്ന് മെല്ലെ അയക്കുകയാണ്. ഒപ്പം ഞാനിത് ചെറുതായിട്ട് ആക്സിലറേറ്ററും കൂടെ കൊടുത്ത് വണ്ടി മെല്ലെ മുന്നോട്ട് എടുക്കുന്നു. നിങ്ങൾ നോക്കുക, വണ്ടി മുന്നോട്ടെടുത്തു. ഇപ്പോൾ ഫസ്റ്റ് ഗിയറിലാണ് പോകുന്നത്. തുടക്കത്തിൽ നിങ്ങൾ കുറച്ച് സമയം ഫസ്റ്റ് ഗിയറിൽ തന്നെ ഇങ്ങനെ വണ്ടി ഓടിക്കുക. ഇങ്ങനെ ഫസ്റ്റ് ഗിയറിൽ നമ്മൾ കുറച്ച് ദൂരം ഒന്ന് ഓടിക്കുക. ഇനി വണ്ടി നിർത്തണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് നിങ്ങൾ ക്ലച്ച് പിടിക്കുക. ഒപ്പം ഫ്രണ്ട് ബ്രേക്കോ ബാക്ക് ബ്രേക്കോ സപ്പോർട്ടിനായിട്ട് പിടിക്കുക. ഇത് ഞാനത് നിങ്ങളെ ഒന്ന് കാണിച്ചു തരാം. ഞാനിതിവിടെ വണ്ടി നിർത്താൻ പോവുകയാണ്. ആക്സിലറേറ്റർ കുറയ്ക്കുന്നു, ക്ലച്ച് പിടിക്കുന്നു. അതിന് ശേഷം ഞാനിപ്പോൾ ചെയ്തത് ബാക്ക് ബ്രേക്കാണ് അപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് വാഹനം സ്മൂത്തായിട്ട് നിർത്താൻ കഴിയും. ഏറ്റവും എഫക്റ്റീവ് എപ്പോഴും ബാക്ക് ബ്രേക്കാണ്. കാരണം ഫ്രണ്ട് പിടിച്ച് കഴിഞ്ഞാൽ ചിലപ്പം വണ്ടി മറിയാൻ സാധ്യതയുണ്ട്. എന്നാൽ ബാക്ക് ആണെങ്കിൽ കുറേ കൂടെ നന്നായിട്ട് തന്നെ നമുക്ക് വാഹനം നിർത്താൻ കഴിയുന്നതാണ്. ഇനി വീണ്ടും നിങ്ങൾ നോക്കുക, ഞാനിത് വീണ്ടും വണ്ടി മുന്നോട്ടെടുക്കുന്നു, ആക്സിലറേറ്റർ കൊടുക്കുന്നു, ക്ലച്ച് നയിക്കുന്നു, വണ്ടി മുന്നോട്ടെടുക്കുന്നു. ഓക്കെ, ഫസ്റ്റ് ഗിയറിൽ പോവുകയാണ്. ഇനി സെക്കൻഡ് ഗിയർ കൊടുക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, അത്യാവശ്യം ഒരു ആക്സിലറേറ്റർ കൊടുത്തൊരു വണ്ടിക്കൊരു മൂവ്മെൻ്റ് ആക്കിയതിന് ശേഷം സെക്കൻഡ് ഗിയർ ഇടുക. ഞാനിത് കാണിക്കാം. ആക്സിലറേറ്റർ കൊടുത്ത് വണ്ടിക്ക് മൂവ്മെൻ്റ് ആക്കുന്നു, ആക്സിലറേറ്റർ കുറച്ചു, അതിന് ശേഷം ക്ലച്ച് പൂർണ്ണമായിട്ടും പിടിക്കുക, പിന്നെ ഗിയർ ഡൗൺ ചെയ്യുക. ഇത് ക്ലച്ച് പിടിച്ചു, സെക്കൻഡ് ഗിയർ കൊടുത്തു, കണ്ടില്ല. ഇപ്പോൾ സെക്കൻഡ് ഗിയറിൽ വീണു. അതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യണം, ക്ലച്ചിൽ നിന്ന് മെല്ലെ കൈ അയച്ചതിന് ശേഷം വീണ്ടും ആക്സിലറേറ്റർ കൊടുക്കുക. ഇതേ ഇനി വീണ്ടും നമുക്ക് തേർഡ് കൊടുക്കണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ആക്സിലറേറ്റർ കൊടുക്കുക, വണ്ടിക്ക് മൂവ്മെൻ്റ് ആക്കുക. അതിനുശേഷം ക്ലച്ച് പിടിക്കുക, വീണ്ടും അടുത്ത ഗിയർ കൊടുക്കുക. അത് ഞാൻ തേർഡ് ഗിയർ കൊടുക്കുക. കണ്ടില്ല, വീണ്ടും ഞാൻ ക്ലച്ചിൽ നിന്ന് അയച്ച് അപ്പോൾ വാഹനം പോവുകയാണ്. ഓക്കെ, ഇനി നമുക്ക് ഓരോ ഗിയറും സ്പീഡിലൊന്ന് മാറ്റി നോക്കാം. ഫസ്റ്റ് ഞാൻ ആക്സിലറേറ്റർ കൊടുത്ത് വണ്ടിക്ക് മൂവ് ആക്കുന്നു. അതിനുശേഷം ആക്സിലറേറ്റർ കുറയ്ക്കുന്നു, ക്ലച്ച് പിടിക്കുന്നു, സെക്കൻഡ് ഗിയർ ഇതായിട്ട് പോകും. വീണ്ടും ആക്സിലറേറ്റർ കൊടുത്ത് വണ്ടിക്ക് മൂവ് ആക്കുന്നു, ആക്സിലറേറ്റർ കുറയ്ക്കുന്നു, ക്ലച്ച് പിടിക്കുന്നു, ഇത് തേർഡ് ഗിയർ കൊടുത്തു. അതിനുശേഷം ക്ലച്ചിൽ നിന്ന് അയച്ചു, വീണ്ടും ആക്സിലറേറ്റർ കൊടുത്തു. ആക്സിലറേറ്റർ കൊടുത്ത് വണ്ടിക്ക് മൂവ് ആക്കുന്നു, ആക്സിലറേറ്റർ കുറയ്ക്കുന്നു, ക്ലച്ച് പിടിക്കുന്നു, ഇതേ ഫോർത്ത് കൊടുത്തു. വീണ്ടും ആക്സിലറേറ്റർ കൊടുത്ത് വണ്ടിക്ക് മൂവ് ആക്കുന്നു, ആക്സിലറേറ്റർ കുറയ്ക്കുന്നു, ക്ലച്ച് പിടിക്കുന്നു. വീണ്ടും ഞാനിത് ഫോർത്ത് ഗിയർ ഓൾറെഡി കൊടുത്തിട്ടുണ്ട്. വീണ്ടും എൻ്റെ കാല് ജസ്റ്റ് ബ്രേക്കിലുണ്ട്. ഇപ്പം നമ്മൾ ചെറിയൊരു ഇറക്കത്താണ് പോകുന്നത്. അതുകൊണ്ട് തന്നെ എൻ്റെ ഫുട് ബ്രേക്ക് ഞാനിത് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി വണ്ടി നിർത്തണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, ജസ്റ്റ് ക്ലച്ചും കൂടെ പിടിച്ചു കൊടുക്കുക. നമ്മളിവിടെ ഫുട് ബ്രേക്ക് അപ്ലൈ ചെയ്തിട്ടുണ്ട്. അപ്പം ഞാനിത് ക്ലച്ചും കൂടെ പിടിച്ചപ്പോൾ വണ്ടി നമുക്ക് നിർത്താൻ കഴിഞ്ഞു. അപ്പോൾ ഏകദേശം ഒരു ഐഡിയ നിങ്ങൾക്ക് കിട്ടിയെന്ന് പ്രതീക്ഷിക്കുന്നു. നമ്മളൊരു വാഹനം ആദ്യമായിട്ട് ഓടിച്ചു തുടങ്ങുമ്പോൾ ഏകദേശം ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചൊന്ന് പ്രാക്ടീസ് ചെയ്യുക. തുടക്കത്തിൽ നിങ്ങളൊരു ഗ്രൗണ്ടിലിട്ട് വണ്ടി ഓടിച്ചൊന്ന് പ്രാക്ടീസ് ചെയ്യുക. അതിനുശേഷം ഒരുവിധ എക്സ്പീരിയൻസ് ആയതിനു ശേഷം മാത്രം നമ്മൾ മെയിൻ റോഡിൽ ഇത്തരത്തിൽ വാഹനം ഓടിച്ച് പ്രാക്ടീസ് ചെയ്യുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഗുണമായെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോയ്ക്ക് ഒരു ലൈക്ക് തരിക. കൂട്ടുകാരുടെ ഇടയിലേക്ക് ജസ്റ്റ് വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക. ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് നൽകുക. വീണ്ടും ഞാൻ തുടർന്നുള്ള ദിവസങ്ങളിൽ ബൈക്കുമായിട്ട് ബന്ധപ്പെട്ട ഡ്രൈവിംഗ് ടിപ്സ് വീഡിയോകൾ അപ്ലോഡ് ചെയ്യുന്നതാണ്. തീർച്ചയായിട്ടും എല്ലാവരും വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുക. വീണ്ടും നമുക്ക് മറ്റൊരു വീഡിയോയുമായിട്ട് അടുത്തൊരു ദിവസം കാണാം.